പ്രിയപ്പെട്ടവരെ, ഇന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഒ.ആർ. കേളുവിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ഒ.ആർ. കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ CPM രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒഴിവാക്കി. ദേവസ്വം വകുപ്പ്, അതുപോലെ പാർലമെന്ററി കാര്യം. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ഈ രണ്ട് വകുപ്പുകളും ഒഴിവാക്കി പട്ടികജാതി വർഗ ക്ഷേമ വകുപ്പിലേക്ക് മാത്രമായി ഒ.ആർ. കേളുവിനെ ഒതുക്കിയത് ശരിയായോ? ഇപ്പോൾ ഒ.ആർ. കേളുവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് തന്റെ ഭരണപരിചയ കുറവ് മൂലമായിരിക്കാം അത്തരത്തിൽ തന്നെ ഒഴിവാക്കി നിർത്തിയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രന്റെ ചോദ്യം പ്രസക്തമല്ലേ? അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലെ ആർക്കൊക്കെയാണ് ഭരണപരിചയമുള്ളത്? അത് അദ്ദേഹം എടുത്ത് ഒരാളിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ്. മരുമകനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരുമകന് എത്ര വലിയ ഭരണപരിചയം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ്, ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ കൊടുത്തത് എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത്? ഒരു കാൽ കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത്? ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി. ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളുവിന് സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ ഒഴിവാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രിയുള്ളത്? മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് ആദ്യമായി മത്സരരംഗത്തേക്ക് വരുന്നത് 2009 കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ്. അന്ന് MK രാഘവനോട് റിയാസ് പരാജയപ്പെടുന്ന ഏതാണ്ട് 900-ൽ താഴെ വോട്ടുകൾക്കാണ്. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചെറിയ വ്യത്യാസത്തിനാണ്, വോട്ട് വ്യത്യാസത്തിനാണ് മുഹമ്മദ് റിയാസ് പരാജയപ്പെടുന്നത്. അതിനുശേഷം മുഹമ്മദ് റിയാസ് അങ്ങനെ പാർലമെന്ററി മത്സരങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ല. 2021 റിയാസ് അങ്ങനെ മത്സര രംഗത്തേക്ക് വീണ്ടും ഇറങ്ങുന്നു. അങ്ങനെ ആദ്യമായി നിയമസഭയിൽ എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും ലഭിക്കുന്നു. അത് എന്ത് ഭരണപരിചയം ഉണ്ടായിട്ടാണ് ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ മുഹമ്മദ് റിയാസിന് നൽകിയത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം എന്ന് അദ്ദേഹം പറയുന്നു. അത് മരുമകനായതുകൊണ്ടാണ് എന്നുള്ള സൂചനയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇപ്പോ ഈ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയെന്ന് ബോധ്യപ്പെടുത്തുക കൂടി വേണമെന്ന്. ഇപ്പൊ ഒ.ആർ. കേളുവിനെ സംബന്ധിച്ച് അദ്ദേഹം 2000 മുതൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടായി ഭരണപരിചയമുള്ള ഒരാളാണ്. ആദ്യം ഒരു വാർഡ് മെമ്പറായി തുടങ്ങുന്നു, പിന്നീട് തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിക്കുന്നു. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരിക്കെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്ന PK ജയലക്ഷ്മിയെയാണ് മാനന്തവാടിയിൽ നിന്ന് തോൽപ്പിക്കുന്നത്. 2021 ആ വിജയം ആവർത്തിക്കുകയും ചെയ്യുന്നു ഒ.ആർ. കേളു. അപ്പൊ അങ്ങനെ കാൽ നൂറ്റാണ്ടിന്റെ ഭരണപരിചയം അവകാശപ്പെടാനുള്ള ഒ.ആർ. കേളുവിന് മന്ത്രിസ്ഥാനം നൽകുമ്പോൾ അദ്ദേഹത്തിന് ഭരണപരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ കരുതേണ്ടത്, ഭരണപരിചയ കുറവ് കൊണ്ടാണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രന്റെ ചോദ്യം പ്രസക്തമാണ്. നമുക്ക് എടുത്ത് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി വന്ന വീണ ജോർജിന്റെ ഭരണപരിചയം എന്താണ്? ഓരോരോ മന്ത്രിമാരെയായിട്ട് നമുക്ക് എടുത്താൽ മുഹമ്മദ് റിയാസിന്റെ ഭരണപരിചയം എന്താണ്? MP രാജേഷിന്റെ ഭരണപരിചയം എന്താണ്? ഓക്കെ, രാജ്യസഭാ അംഗങ്ങളായി ഇരുന്നിട്ടുണ്ട് എങ്കിൽ പോലും KN ബാലഗോപാലിന്റെയും P രാജീവിന്റെയും ഭരണപരിചയം എന്താണ് എന്നൊക്കെ ആ നിലയ്ക്കുള്ള ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഭരണപരിചയം എന്താണ് എന്ന് പോലും ചോദിക്കാം. അതുകൊണ്ടാണ് ഇതൊരു വിവേചനമാണ് എന്ന് ആദിവാസി ഗോത്രമഹാസഭയുടെ നേതാവ് ഗീതാനന്ദൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്കൊക്കെ ഇപ്പോ പട്ടികവർഗ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ CPM-ന് അങ്ങനെ ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ, വയനാട് നിന്ന് ആദ്യമായി CPM-ന് ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഈ പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ, ഒരു വനിതയെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരത്വ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രപതിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങനെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ട, ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വർത്തമാനകാലത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം പുലർത്താൻ CPM-ന് ബാധ്യതയുണ്ട് എന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ അതിൽ ന്യായമുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും ഇടതുപക്ഷം മാത്രമല്ല, അപ്പോൾ CPM എന്ന പാർട്ടി മാത്രമല്ല, മറ്റു പാർട്ടികൾ കൂടി അത്തരം കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒ.ആർ. കേളുവിനോട് കാണിച്ചത് അനീതിയാണ് എന്നുള്ള, വിവേചനമാണ് എന്നുള്ള ആ ഒരു ആക്ഷേപം ഒ.ആർ. കേളു വയനാട് നിന്ന്
CPM-ന്റെ ആദ്യത്തെ മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അതൊരു കളങ്കമായി, അല്ലെങ്കിൽ അതിന് ആ മന്ത്രിസ്ഥാനത്തിന് തിളക്കം കുറയ്ക്കുന്ന ഒന്നായി നിലനിൽക്കുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരും.